Camera. Rolling. Action. നമസ്കാരം, എല്ലാവർക്കും മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കർണിക എന്ന സിനിമയിലെ ഒരു മെയിൻ റോൾ ചെയ്തിട്ടുള്ള പ്രിയങ്ക മാമാണ്. സ്വാഗതം മാം. നമസ്കാരം മാം. എന്തായിരുന്നു എക്സ്പീരിയൻസ്? പ്രത്യേകിച്ചും ഈ ഒരു സിനിമ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു അല്ലേ? കാരണം അവിടെ പറയുന്നത് കേട്ടിരുന്നു ഒരു 4 ഗിംബലും ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്ന്. അപ്പം മാമിന് ഏറ്റവും കൂടുതലും വലിയ വലിയ പ്രോജക്റ്റിൽ നിന്നും ഈ ഒരു കുഞ്ഞു പ്രോജക്റ്റിലേക്ക് വന്നപ്പോൾ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഒരു ഉള്ള സാഹചര്യത്തിൽ ഏറ്റവും നന്നായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണത്. തീർച്ചയായിട്ടും ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഒരുപാട് പുതിയ ആൾക്കാരാണ് ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ ക്യാമറമാൻ, ഇതിൽ അഭിനയിച്ചേക്കുന്ന അഭിനേതാക്കളാണെങ്കിൽ ഒരുപാട് പേര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ തന്നെ കുറേയധികം പുതിയ ആൾക്കാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് സോഹൻ റോയ് സാറാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതൊരു ചാലഞ്ച് എന്ന് പറയാനില്ല, പക്ഷെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ കൂടെ. ഈ പ്രോജക്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സോഹൻ സാറാണ് വിളിക്കുന്നത്. സോഹൻ സാറിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ അവരുടെ കൂടെ ജലം ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ, എറിസ് ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അവരുടെ ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ ഒരു കൂട്ടം പുതിയ ആൾക്കാർ, ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ്, വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ഞങ്ങളിത് സിനിമയാക്കാൻ പോകുന്നു. അത് പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണം, പ്രിയങ്ക ചെയ്താൽ നല്ലതായിരിക്കുന്നു. ഞാനും കഥ കേട്ട് നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം കഥയും ക്യാരക്ടറും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എറിസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുമ്പോഴത്തേക്ക് എനിക്കും അതിൻ്റെ ഭാഗമാകുന്നതിൽ വളരെയധികം സന്തോഷമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇപ്പം ഇത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു സിനിമയാണ്. അപ്പം പ്രേക്ഷകരിലേക്ക് എത്തുമ്പം അതെങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്? എത്രത്തോളം ഇതാണ്? അല്ല, ഇതിൻ്റെ ലാഭവിഹിതത്തിൽ നല്ലൊരു പങ്ക് അത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിന് ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മളുമാണല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തൃപ്തി തരുന്ന കാര്യമാണ്. മാമിന്റെ ബാക്കി ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളമാണ്. അത് ഒരു NFTCയുടെ പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞാൽ 2 തമിഴ് പ്രോജക്ട്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു 6-7 മന്ത്സ് ആയിട്ട് അതിൻ്റെ ഉള്ളൊരു പ്രിപ്പറേഷനിലാണ്. അതിനൊരു ട്രാൻസ്ഫോർമേഷൻ വേണം ആ ക്യാരക്ടറിന്. പിന്നെ അടുത്തത് മലയാളത്തിലെ 2 സിനിമകളാണ്. ഇതൊക്കെയാണ് ഇങ്ങനെ ലൈനപ്പ് അയക്കുന്ന പ്രോജക്ട്സ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.